നമസ്കാരം. KMCN വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചേർത്തല താലൂക്കിലെ മഞ്ഞ, പിങ്ക് റേഷൻ കാർഡ് ഉടമകളുടെ മസ്റ്ററിംഗ് തുടങ്ങി. മുഴുവൻ കുടുംബാംഗങ്ങളും മസ്റ്ററിംഗ് നടത്തണം. ഒക്ടോബർ 1 വരെ മസ്റ്ററിംഗ് നടത്താമെന്ന് ചേർത്തല താലൂക്ക് സപ്ലൈ ഓഫീസ്. കുടിവെള്ളം കിട്ടാക്കനിയായിരുന്ന മാട്ടേൽ ദ്വീപ് നിവാസികളുടെ ചിരകാല അഭിലാഷം പൂവണിയും. മാട്ടേൽ ദ്വീപിലേക്ക് ഇനി വൈകാതെ ശുദ്ധജലമെത്തും. ദ്വീപ് നിവാസികളുടെ ദീർഘകാലത്തെ കാത്തിരിപ്പിനാണ് ഇതോടെ വിരാമമാകുന്നത്. എരമല്ലൂരിൽ സ്വകാര്യ ബസിന് നേരെ ആക്രമണം. ബൈക്ക് യാത്രക്കാരന്റെ ദേഹത്ത് ചെളി തെറിപ്പിച്ചു എന്നാരോപിച്ചായിരുന്നു ആക്രമണം. ഡ്രൈവർക്ക് നേരെ പെട്രോൾ ഒഴിച്ചു. പ്രതി കോടംതുരുത്ത് സ്വദേശി സോമേഷ് പോലീസ് കസ്റ്റഡി. മലയാളീസ് ബസിന് നേരെയായിരുന്നു ആക്രമണം. വയനാട് പുനരധിവാസ പദ്ധതി കോൺഗ്രസും BJPയും അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണം. CPMന്റെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ പ്രതിഷേധ പ്രകടനം നടന്നു. വാർത്തകളിലേക്ക് വിശദമായി. ചേർത്തല താലൂക്കിലെ മഞ്ഞ, പിങ്ക് റേഷൻ കാർഡിലെ മുഴുവൻ കുടുംബാംഗങ്ങളുടെയും മസ്റ്ററിംഗ് ആരംഭിച്ചു. ഒക്ടോബർ 1 വരെ റേഷൻ കടയിലെത്തി മസ്റ്ററിംഗ് നടത്താമെന്ന് ചേർത്തല താലൂക്ക് സപ്ലൈ ഓഫീസർ V. സുരേഷ് KMCN വാർത്തയോട് പറഞ്ഞു. താലൂക്കിലെ മഞ്ഞ, പിങ്ക് വിഭാഗങ്ങളുടെ മസ്റ്ററിംഗ് ആണ് ആരംഭിച്ചത്. 9227 മഞ്ഞ കാർഡുടമകളും 77,852 പിങ്ക് കാർഡുടമകളുമാണ് താലൂക്കിൽ മസ്റ്ററിംഗ് നടത്താനുള്ളത്. ഇതിൽ 40% മാത്രമേ മസ്റ്ററിംഗ് നടന്നിട്ടുള്ളൂ. അതായത് റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന മുഴുവൻ അംഗങ്ങളും റേഷൻ കടയിൽ ചെന്ന് പ്രത്യേകം ക്രമീകരിച്ചിട്ടുള്ള മസ്റ്ററിങ്ങിനായിട്ട് എത്തിച്ചേരേണ്ടതും അവരുടെ കൈവിരലും ആധാർ നൽകി ആധാർ നമ്പർ പ്രകാരം കൈവിരൽ പതിപ്പിച്ച് മസ്റ്ററിങ് നടത്തേണ്ടതാണ്. ഈ മസ്റ്ററിങ് നടത്തുന്നത് സ്ഥലത്തില്ലാത്ത ആൾക്കാരാണേലും അവർക്കും ഈ കാലയളവിൽ ചെയ്യേണ്ട. അതല്ല എങ്കിൽ പിന്നീട് ചിലപ്പോൾ റേഷൻ ആനുകൂല്യം ലഭിക്കാതിരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ പരമാവധി എല്ലാ അംഗങ്ങളും റേഷൻ കടയിൽ ഈ 1-ാം തീയതി വരെ, 1-ാം തീയതി രാത്രി 11:55 വരെ, അതായത് 24 മണിക്കൂറും ഇതിനുള്ള സൗകര്യമുണ്ട്. റേഷൻ കടകളുടെ പ്രവർത്തന സമയം പരിഗണിക്കാതെ തന്നെ റേഷൻ കടക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഈ മസ്റ്ററിങ് നടത്താൻ എല്ലാ PHH മഞ്ഞ കാർഡുടമകളും അതിലുള്ള അംഗങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇക്കാര്യത്തിൽ അലംഭാവോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വീഴ്ച ഉണ്ടായിക്കഴിഞ്ഞാൽ ഭാവിയിൽ അവർക്ക് റേഷൻ കിട്ടുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയും മസ്റ്ററിംഗ് നടത്താനുള്ളവർ റേഷൻ കടയിൽ വന്ന് മസ്റ്ററിംഗ് നടത്തണമെന്നും സപ്ലൈ ഓഫീസർ പറഞ്ഞു. രാവിലെ 8 മുതൽ വൈകിട്ട് 7 വരെയുള്ള സമയങ്ങളിൽ മസ്റ്ററിംഗ് നടക്കും. റേഷൻ വിതരണത്തിന് തടസ്സമില്ലാതെയാണ് മസ്റ്ററിംഗ് ജോലികൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഒക്ടോബർ 1 അർദ്ധരാത്രി വരെ സമയപരിധിയുണ്ട്. ഇതിനുള്ളിൽ മസ്റ്ററിംഗ് നടത്തിയില്ലെങ്കിൽ റേഷൻ ലഭിക്കുന്നതിൽ തടസ്സമുണ്ടാകുമെന്നും സപ്ലൈ ഓഫീസർ പറഞ്ഞു. വെള്ള, നീല കാർഡുടമകൾക്ക് മസ്റ്ററിംഗ് പിന്നീട് നടത്തും. കുടിവെള്ളം കിട്ടാക്കനിയായിരുന്ന മാട്ടേൽ ദ്വീപ് നിവാസികൾക്ക് ശാപമോക്ഷമാകുന്നു. മാട്ടേൽ ദ്വീപിലേക്ക് ഇനി വൈകാതെ ശുദ്ധജലമെത്തും. ദ്വീപ് നിവാസികളുടെ ദീർഘകാലത്തെ കാത്തിരിപ്പിനാണ് ഇതോടെ വിരാമമാകുന്നത്. മാട്ടേൽ ദ്വീപ് നിവാസികളുടെ ദീർഘനാളത്തെ ആവശ്യമാണ് ശുദ്ധജലമെത്തുന്നതോടെ സഫലമാകുന്നത്. പള്ളിപ്പുറം പഞ്ചായത്തിലെ മാട്ടേൽ ദ്വീപിലേക്ക് ശുദ്ധജല വിതരണ പൈപ്പുകൾ എത്തിച്ചു തുടങ്ങി. കായലിനു കുറുകെ ശുദ്ധജല വിതരണ പൈപ്പുകൾ സ്ഥാപിച്ചു. നിലവിൽ ദ്വീപ് നിവാസികൾ വള്ളത്തിൽ പടിഞ്ഞാറ് പള്ളിപ്പുറം പള്ളിക്കടവിലെത്തി പൊതു പൈപ്പിൽ നിന്നും പാത്രങ്ങളിൽ വെള്ളം ശേഖരിച്ചാണ് വീടുകളിൽ എത്തിക്കുന്നത്. 10ഓളം കുടുംബങ്ങളാണ് ദ്വീപിലുള്ളത്. 1 വർഷം മുമ്പ് തൈക്കാട്ശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ദ്വീപിലെ ശുദ്ധജല വിതരണ പദ്ധതിക്ക് തുടക്കമിട്ടത്. ജൽജീവൻ മിഷനിൽ ഉൾപ്പെടുത്തി സൗജന്യമായി കണക്ഷൻ നൽകാനാണ് പള്ളിപ്പുറം തൈക്കാട്ശ്ശേരി പഞ്ചായത്തുകൾ തുടക്കം കുറിക്കുന്നത്. ഗാർഹിക കണക്ഷൻ നടപടികൾ കൂടി പൂർത്തിയായാൽ എത്രയും വേഗം മാട്ടേൽ ദ്വീപിലേക്ക് ശുദ്ധജലമെത്തും. എരമല്ലൂരിൽ സ്വകാര്യ ബസിന് നേരെ ആക്രമണം. ഡ്രൈവറുടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ചു. ബൈക്ക് യാത്രികന്റെ ദേഹത്ത് ചെളി തെറിപ്പിച്ചു എന്നാരോപിച്ചായിരുന്നു ആക്രമണം. പ്രതി സോമേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബുധനാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. എറണാകുളത്ത് നിന്നും ചേർത്തലയിലേക്ക് വരികയായിരുന്ന മലയാളീസ് സ്വകാര്യ ബസിന് നേരെയായിരുന്നു ആക്രമണം. ബസിന്റെ ചില്ലുകൾ അടിച്ചു തകർത്തു. ഇരുചക്രവാഹന യാത്രക്കാരന്റെ ദേഹത്ത് ചെളി തെറിപ്പിച്ചു എന്നാരോപിച്ചായിരുന്നു ആക്രമണം. പ്രതി കോടംതുരുത്ത് കറുകപ്പറമ്പിൽ സോമേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു.
ഇയാൾ ബൈക്ക് ബസിനെ കുറുകെ നിർത്തി കയ്യിലുണ്ടായിരുന്ന പെട്രോൾ ബസ് ഡ്രൈവർ മാത്യുവിന്റെ ദേഹത്ത് ഒഴിച്ചതായി ഡ്രൈവർ പറഞ്ഞു. നിന്നെ കത്തിച്ചു കളയുന്ന പറയും, ഇത് കാണിക്കുന്നത് നിന്നെ കത്തിച്ചു കളയുന്ന ദേഹത്ത് മുഴുവൻ പെട്രോൾ ഒഴിച്ച് എന്റെ കണ്ണിലൊക്കെ പെട്രോൾ ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വരും. കണ്ണാശുപത്രി അഡ്മിറ്റ് ആകാൻ ഡോക്ടർ പറഞ്ഞു. തുടർന്ന് അരൂർ പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു. വർഷങ്ങളായി കൽക്കെട്ട് തകർന്നു കിടക്കുന്ന മണപ്പുറം ഫെറി പുനർനിർമ്മിക്കാതെ അധികൃതർ. ഒരപകടത്തിന് കാതോർത്തിരിക്കുകയാണോ ഈ ഫെറി? മണപ്പുറം ചെമ്മനാഗിരി കടത്ത് സർവീസ് നടത്തുന്ന മണപ്പുറം ഫെറിക്കാണ് ഈ ശോച്യാവസ്ഥ. കോട്ടയം ജില്ലയിലെ വിവിധ സ്ഥലങ്ങളായ വൈക്കം ക്ഷേത്രം, ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റൽ, ചെമ്മനാഗിരി തുടങ്ങി വിവിധ സ്ഥലങ്ങൾ ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിലേക്ക് പോകുന്നതിനായി യാത്രക്കാർ ഏറെ ആശ്രയിക്കുന്ന ഒന്നാണ് മണപ്പുറം ഫെറി. നിലവിൽ ജെട്ടിയുടെ വളരെ ഇടുങ്ങിയ വഴിയിലൂടെയാണ് ബോട്ടിലേക്ക് കയറുന്നത്. ജെട്ടിയിൽ താഴെ സ്ലാബിലേക്ക് വാഹനങ്ങൾ ഇറക്കുന്നതും കയറ്റുന്നതും ഏറെ അപകട സാധ്യത ഉയർത്തുന്നു. ചെറുതായൊന്ന് തെന്നിയാൽ വാഹനം താഴെ വീഴും. സ്ലാബുകളുടെ ഏറ്റക്കുറച്ചിലും ജെട്ടിയുടെ പൊട്ടിക്കിടക്കുന്ന ഭാഗവും എത്രയും വേഗം നന്നാക്കണം. കാലതാമസം വൻ അപകടത്തിലേക്ക് വഴിതെളിക്കും. മറവന്തുരുത്ത പഞ്ചായത്തിനാണ് നടത്തിപ്പ് ചുമതല. ജനങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടുന്നതാണ് മണപ്പുറം ചെമ്മനാഗിരി ഫെറി സർവീസ്. ഇരുചക്ര വാഹനങ്ങൾ മാത്രമാണ് ജങ്കാറിൽ കയറുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തത് പ്രധാന പ്രശ്നമാണ്. പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഫെറിയുടെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കി യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. വയനാട് പുനരധിവാസ പദ്ധതി കോൺഗ്രസും BJPയും അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണം CPMന്റെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ലോക മനസാക്ഷിയെ ഞെട്ടിച്ച വയനാട് ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതി അട്ടിമറിക്കാനും അർഹതപ്പെട്ട കേന്ദ്ര സഹായം ഇല്ലാതാക്കാനും ഒരു വിഭാഗം വലതുപക്ഷ മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിന്റെയും BJPയുടെയും നേതൃത്വത്തിൽ നടത്തുന്ന കള്ളപ്രചരണങ്ങൾക്കുമെതിരെയാണ് CPMന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ പട്ടണത്തിൽ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ കൂട്ടായ്മയും നടത്തിയത്. മുനിസിപ്പൽ ടൗൺഹാളിന് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ജില്ലാ കോടതി പാലത്തിന് സമീപം സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ കൂട്ടായ്മ CPM ജില്ലാ സെക്രട്ടറി R. നാസർ ഉദ്ഘാടനം ചെയ്തു. ഇതാണ് കൊട്ടേഷൻ എടുത്തിരിക്കുകയാണ്. കേരളത്തിലെ കുറെ മാധ്യമങ്ങളും പ്രതിപക്ഷവും എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു കൊട്ടേഷൻ എടുത്തിരിക്കുക. എന്താണ്? കേരളത്തെ തോൽപ്പിക്കുക. അതിന് ഫലമായി അതിന് ഈ വയനാട് ദുരന്തം ഇതിനെടുക്കണോ? എത്ര ആയിരക്കണക്കിന് കുടുംബങ്ങളല്ലേ? എന്തെങ്കിലും മനസാക്ഷിയുള്ളവരാണോ? എന്തെങ്കിലും മനസാക്ഷിയുള്ളവർ ഇങ്ങനെ ചെയ്യുമോ? ഈ രൂപത്തിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ പത്രമാധ്യമങ്ങളിൽ വലതുപക്ഷ മാധ്യമങ്ങൾ ഇന്ന് സംഘടിതമായി ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചാനലുകളാണെങ്കിൽ അവിടെ റേറ്റിംഗ് വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്ത് പച്ച കള്ളത്തരവും എഴുതി വിടുകയാണ്, വിട്ടിട്ട് അത് ചർച്ച ചെയ്യുകയാണ്. ആദ്യം ആര് കൊടുക്കണമെന്നാണ്? ഏത് കള്ളത്തരവും? H. സലാം MLA, ഏരിയ സെക്രട്ടറി അജയ സുധീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. VT രാജേഷ് അധ്യക്ഷത വഹിച്ചു. നിരവധി പ്രവർത്തകർ പ്രതിഷേധ കൂട്ടായ്മയിൽ പങ്കെടുത്തു. ചെറിയ മഴയിൽ തന്നെ രൂക്ഷമായ വെള്ളക്കെട്ടുണ്ടാകുന്ന ചേർത്തല തണ്ണീർമുക്കം റോഡിൽ കാന നിർമ്മാണം തുടങ്ങി. ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിന് കിഴക്കുവശത്തുള്ള റോഡിലാണ് കാന നിർമ്മാണം തുടങ്ങിയത്. ചേലത്ത ചേർത്തല പദ്ധതിയുടെ ഭാഗമായി നഗരം സൗന്ദര്യവൽക്കരിക്കുന്നതിനോടനുബന്ധിച്ചാണ് കാന നിർമ്മാണം തുടങ്ങിയത്. ചെളിവെള്ളം കെട്ടിക്കിടക്കുന്നത് യാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. നഗരം സൗന്ദര്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ച 4.5 കോടി രൂപ മുടക്കിയാണ് പണികൾ പുരോഗമിക്കുന്നത്. ഈ കാണ ഇതിനു മുമ്പ് ഈ ഇവിടെ ഉള്ള ഒരു ഓൾഡ് പെട്രോൾ പമ്പിൻ്റെ സൈഡ് വരെ ഉണ്ടായിരുന്നു. ആ പമ്പിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ടുള്ള കാണ പണിതിരുന്നെങ്കിലും അവിടെ അത് ബ്ലോക്കായതുകയും ആ ബ്ലോക്ക് ആയതാണ് വെള്ളക്കെട്ടിന് കാരണമായത്. ആ ബ്ലോക്ക് മാറ്റി 70 മീറ്റർ നീളത്തിൽ ഇപ്പോൾ വീണ്ടും കാണ പണിയുകയാണ്. ഈ കാണ പണിയുന്നതോടുകൂടി ഇവിടെ ഉണ്ടാകുന്ന വെള്ളക്കെട്ടും മാറും, കാൽനട യാത്രക്കാർ സുഖമായി നടന്നു പോകാൻ പറ്റും, കടകളിലേക്കുള്ള വെള്ളക്കെട്ടും മാറും, വീടുകളിലുള്ള വെള്ളക്കെട്ടും മാറും. അത് വളരെ ഫലപ്രദമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ചേർത്തല ഗവൺമെന്റ് ഗേൾസ് സ്കൂളിന് കിഴക്കുവശം കാളികുളം ജംഗ്ഷൻ വരെയുള്ള കാനയുടെ നിർമ്മാണമാണ് പുരോഗമിക്കുന്നത്. കാന നിർമ്മാണം പൂർത്തിയാകുന്നതോടെ വെള്ളക്കെട്ടിനും ഒരു പരിധിവരെ പരിഹാരമാകും. എക്സ്റേ ജംഗ്ഷന് വടക്കുവശം മുതൽ റോഡിന് ഇരുവശവും ടൈൽ പാകുന്ന ജോലികളും പുരോഗമിക്കുന്നു. ആലപ്പുഴ ജില്ലാ കോടതി പാലത്തിന് സമീപം കനാലിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ലജനത്ത് വാർഡ് സ്വദേശിയായ യുവാവിന്റെ മൃതദേഹമാണ് കനാലിൽ കണ്ടെത്തിയത്. ലജനത്ത് വാർഡ് പനക്കൽ പുരയിടത്തിൽ റഷീദിന്റെ മകൻ 40 വയസ്സുള്ള മുബാറക്കിന്റെ മൃതദേഹമാണ് വാടക്കനാലിൽ ജില്ലാ കോടതി പാലത്തിന് പടിഞ്ഞാറുവശത്തായി കണ്ടെത്തിയത്. വെള്ളത്തിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. സമീപത്തുള്ളവരാണ് വിവരം പോലീസിനെ അറിയിച്ചത്.
ആലപ്പുഴ നോർത്ത് പോലീസ് സ്ഥലത്തെത്തിയ ശേഷമാണ് മൃതദേഹം കരയ്ക്ക് കയറ്റിയത്. മൃതദേഹം പിന്നീട് ആംബുലൻസിൽ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി. RSS-CPM ബന്ധം ദൃഢമാക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നുവെന്ന ആരോപണം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തി. RSS-CPM ബന്ധം സുദൃഢമാക്കാൻ പ്രവർത്തിച്ച പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ആലപ്പുഴ ജില്ലാ കോടതി പാലത്തിന് സമീപം നടന്ന പ്രതിഷേധ കൂട്ടായ്മ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം KC ജോസഫ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട നിർഭാഗ്യകരമായ സംഭവങ്ങൾ. തൃശൂർ പൂരം ഹൈന്ദവ സമൂഹത്തിന്റെ മാത്രം ആഘോഷമല്ല, തൃശൂരിലെ പൊതുസമൂഹത്തിന്റെ ഒരു ദേശീയോത്സവമാണ് തൃശൂർ പൂരം. കേരളത്തിന്റെ ദേശീയോത്സവമാണ് തൃശൂർ പൂരം. ഈ കാലം അത്രയും യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ ഭംഗിയായി നടന്ന തൃശൂർ പൂരം ഇത്തവണ മാത്രം എന്തുകൊണ്ടാണ് അലങ്കോലപ്പെട്ടത്? കേരളം ഭരിച്ച ഒരു ഗവൺമെന്റുകളുടെ കാലത്തും തൃശൂർ പൂരം ഇതുപോലെയുള്ള അവസ്ഥയിലേക്ക് പോയിട്ടില്ല. പൂരത്തിന്റെ ആഘോഷങ്ങൾ നിർത്തിവെക്കേണ്ടി വന്നു. ഭഗവതിമാർക്ക് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞില്ല. ജനങ്ങളെ പിരിച്ചുവിടേണ്ടി വന്നു. ADGP അടക്കമുള്ള ആളുടെ സാന്നിധ്യം തൃശൂർ ഉണ്ടായ സമയത്താണ് ഈ അതീവ ഗുരുതരമായ നിയമസമാധാന തകർച്ച ഉണ്ടായത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തെ RSSന് പണയപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നും ജോസഫ് ആരോപിച്ചു. നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KA സാബു അധ്യക്ഷനായി. സൗത്ത് ബ്ലോക്ക് പ്രസിഡന്റ് CV മനോജ് കുമാർ, നെടുമുടി ഹരികുമാർ, അഡ്വക്കേറ്റ് റിഗോ രാജു, സഞ്ജീവ് ഭട്ട്, മോളി ജേക്കബ്, TV രാജൻ തുടങ്ങിയവരും പങ്കെടുത്തു. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം ചേർത്തല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവെക്കുക, രാഷ്ട്രീയ ലാഭത്തിനായി തൃശൂർ പൂരം കലക്കിയ ഗൂഢാലോചനക്കാർക്ക് എതിരെ നടപടി സ്വീകരിക്കുക, ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ചേർത്തല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തിയത്. UDF ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് CK ഷാജി മോഹൻ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. വയനാട് ദുരന്തത്തെ പട്ടാപ്പകൽ കൊള്ളയടിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി ഇനി തുടരുന്നത് നമ്മുടെ നാടിന് അപമാനമാണ്. ഇത്രയേറെ കൊള്ളയടിച്ചിട്ടുള്ള ഗവൺമെന്റ് നമ്മൾ കേരളം കണ്ടിട്ടുണ്ടോ എന്ന സംശയമാണ്. എനിക്ക് തോന്നുന്നത് ഈ ഭരണം അവസാനിപ്പിക്കുമ്പോൾ ഇത് 3.5 വർഷം കഴിഞ്ഞു ഇനി അതെന്ന് വളരെ കുറച്ച് നാളുകൾ മാത്രമേ എണ്ണപ്പെട്ടിരിക്കണം, ജനങ്ങൾ എണ്ണപ്പെട്ടിരിക്കുകയാണ്. ഇത് അവസാനിക്കുമ്പോൾ ഗിന്നസ് ബുക്കിലേക്ക് കടക്കാൻ പോവുകയാണ്. ദുരന്തത്തെ കൊള്ളയടിച്ച കേരളം ലോകം കണ്ട ഏറ്റവും വലിയ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനായിരിക്കുമെന്നുള്ള കാര്യം സംശയമാണ്. DCC മെമ്പർ രാജാറാം മുഖ്യപ്രഭാഷണം നടത്തി. DCC ഭാരവാഹികളായ ഐസക് മാടവന, ജയലക്ഷ്മി അനിൽകുമാർ, R ശശിധരൻ, അഡ്വക്കേറ്റ് CD ശങ്കർ, S കൃഷ്ണകുമാർ, സജി കുര്യാക്കോസ്, P ഉണ്ണികൃഷ്ണൻ, B ഭാസി, KS അഷ്റഫ്, ഉഷ സദാനന്ദൻ തുടങ്ങി നിരവധി പേർ പ്രതിഷേധ കൂട്ടായ്മയിൽ പങ്കെടുത്തു. ഫലം പ്രവചിച്ച് സമ്മാനം നേടാം. 28-ന് നടക്കുന്ന നെഹ്റു ട്രോഫി സ്വന്തമാക്കുന്ന ചുണ്ടൻ വള്ളത്തിന്റെ പേര് പ്രവചിച്ച് സമ്മാനം നേടാം. എൻട്രികൾ ക്ഷണിച്ചു. 27 വരെ എൻട്രികൾ അയക്കാം. നെഹ്റു ട്രോഫി പബ്ലിസിറ്റി കമ്മിറ്റിയാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. വിജയിക്ക് പാലത്ര ഫാഷൻ ജുവല്ലറി സ്പോൺസർ ചെയ്യുന്ന PT ചെറിയാൻ സ്മാരക ക്യാഷ് അവാർഡായ 10,001 രൂപ സമ്മാനമായി ലഭിക്കും. ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനലിൽ ഒന്നാമത് ഫിനിഷ് ചെയ്ത് നെഹ്റു ട്രോഫി സ്വന്തമാക്കുന്ന ചുണ്ടന്റെ പേര്, എൻട്രി അയക്കുന്നയാളുടെ പേര്, വിലാസം, ഫോൺ നമ്പർ എന്നിവ തപാൽ കാർഡിൽ എഴുതി തപാലിൽ അയക്കണം. ഒരാൾക്ക് ഒരു വള്ളത്തിന്റെ പേര് മാത്രമേ പ്രവചിക്കാനാകൂ. ഒന്നിലധികം പേരുകൾ അയക്കുന്നവരുടെ എൻട്രികൾ തള്ളിക്കളയും. കാർഡിൽ നെഹ്റു ട്രോഫി പ്രവചന മത്സരം 2024 എന്നെഴുതണം. 27 വരെ ലഭിക്കുന്ന എൻട്രികളാണ് പരിഗണിക്കുക. വിലാസം: കൺവീനർ, നെഹ്റു ട്രോഫി പബ്ലിസിറ്റി കമ്മിറ്റി, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, സിവിൽ സ്റ്റേഷൻ, ആലപ്പുഴ 688-001 എന്ന വിലാസത്തിൽ അയയ്ക്കുക. വള്ളങ്ങൾ നീറ്റിലൊരുക്കി മനസ്സൊന്നായി തേച്ചു മിനുക്കി, വള്ളങ്ങൾ നീറ്റിലൊരുക്കി മനസ്സൊന്നായി തേച്ചു മിനുക്കി, കരുവിട്ടി കടന്ന കരുത്തായി അവരെത്തുന്നേ. കരയാകെ പടരുന്നേ തുഴതാള പൊടിമേണം. തത്തമ്പള്ളി സെന്റ് മൈക്കിൾസ് ദേവാലയത്തിലെ ദർശന തിരുനാള് സെപ്റ്റംബർ 30 വരെ നടക്കുമെന്ന് ദേവാലയ അധികൃതർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇലക്ടർമാരുടെ
വാഴ്ച, വിശുദ്ധ കുർബാന, ജപമാല, ആഘോഷമായ വിശുദ്ധ കുർബാന മുതലായവയുണ്ട്. ശനിയാഴ്ച തിരുസ്വരൂപ പ്രദക്ഷിണം, വിശുദ്ധ കുർബാന ജോണിക്കുട്ടി തറക്കുന്നതിലാണ്. 4:30 മൈക്കിൾ ധാമതകളുടെ സംഗമം, ആഘോഷമായ വിശുദ്ധ കുർബാന, സന്ദേശം, ദൈവകുർബാന, പ്രദക്ഷിണം മുതലായവയുണ്ട്. പിന്നെ ബൈബിൾ നാടകം. സെപ്റ്റംബർ 26 നടക്കുന്ന തിരുനാൾ കൊടിയേറ്റ് റവറൻ ഡോക്ടർ ജോസഫ് പുതുപ്പറമ്പിൽ നിർവഹിക്കും. തിരുസ്വരൂപ പ്രതിഷ്ഠാ ദിനമായ ശനിയാഴ്ച ചങ്ങനാശ്ശേരി അതിരൂപത വികാരി ജനറൽ റവറൻ ഫാദർ ജോസഫ് വാണിയമ്പുരയ്ക്കൽ ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിന് നേതൃത്വം നൽകും. തുടർന്ന് കൊച്ചിൻ മരിയ കമ്മ്യൂണിക്കേഷൻ അവതരിപ്പിക്കുന്ന കാൽവരിയിലെ കാരുണ്യം എന്ന ബൈബിൾ നാടകവും അരങ്ങേറും. സെപ്റ്റംബർ 30 നടക്കുന്ന പൂർവിക സ്മൃതി ദിനത്തോടെ തിരുനാളിന് സമാപനമാകും. തിരുനാളിന്റെ മുന്നോടിയായി വിൻസെൻഷ്യൽ വൈദികർ നേതൃത്വം നൽകിയ പോപ്പുലർ മിഷൻ ധ്യാനവും നടക്കും. മാത്യു ജോസഫ് കുന്നേൽ, PA ദേവസ്യ പുളിക്കാശ്ശേരി, മാർഷൽ ജോസഫ് പുത്തൂരാൻ, PD ജോസഫ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചേർത്തല സെന്റ് ആന്റണീസ് HS 1986-87 ബാച്ചിലെ ഒന്നാണ് നമ്മൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം നടത്തി. കൂടെ 2024 എന്ന പേരിലാണ് പരിപാടി നടത്തിയത്. ചേർത്തല വെള്ളിയാകുളം NSS കരയോഗം ഹാളിൽ നടന്ന പരിപാടിയിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നുമുള്ള കൂട്ടുകാർ ഒത്തുകൂടി. അത്തപ്പൂക്കളം, മാവേലി, തിരുവാതിരകളി, കസേരകളി, വടംവലി എന്നിവയും സംഘടിപ്പിച്ചിരുന്നു. കുടുംബാംഗങ്ങൾക്കായി മത്സരങ്ങളും സംഘടിപ്പിച്ചു. വിഭവസമൃദ്ധമായ ഓണസദ്യ ഓണാഘോഷത്തിന് മാറ്റുകൂട്ടി. 4 വർഷമായി നിലകൊള്ളുന്ന ഈ കൂട്ടായ്മ സമൂഹത്തിനു വേണ്ടി നന്മകൾ ചെയ്യുന്നതിനും സ്കൂളിൽ കുട്ടികൾക്ക് വേണ്ട പ്രോത്സാഹനം ചെയ്യുന്നതിലും മുൻപന്തിയിലാണ്. 1987 SSC പാസ്സായ ഒന്നാണ് നമ്മൾ എന്ന് പറയുന്ന ഞങ്ങളുടെ കൂട്ടായ്മ 35 വർഷത്തിന് ശേഷം 2019 ഞങ്ങൾ ഒത്തുകൂടിയത്. അതിനുശേഷം ഞങ്ങൾ ഒരുപാട് പരിപാടികൾ, സാമൂഹ്യ പ്രവർത്തനങ്ങളെല്ലാം നടത്തി, ചാരിറ്റി പ്രവർത്തനങ്ങളെല്ലാം നടത്തി. ഞങ്ങളുടെ ഒരു ഓണാഘോഷ പരിപാടിയാണ് ഈ കൂട് 2024 എന്നുള്ള ഈ പരിപാടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചേർത്തല താലൂക്കിലെ മഞ്ഞ, പിങ്ക് റേഷൻ കാർഡ് ഉടമകളുടെ മസ്റ്ററിംഗ് തുടങ്ങി. മുഴുവൻ കുടുംബാംഗങ്ങളും മസ്റ്ററിംഗ് നടത്തണം. ഒക്ടോബർ 1 വരെ മസ്റ്ററിംഗ് നടത്താമെന്ന് ചേർത്തല താലൂക്ക് സപ്ലൈ ഓഫീസ്. കുടിവെള്ളം കിട്ടാക്കനിയായിരുന്ന മാട്ടേൽ ദ്വീപ് നിവാസികളുടെ ചിരകാല അഭിലാഷം പൂവണിയും. മാട്ടേൽ ദ്വീപിലേക്ക് ഇനി വൈകാതെ ശുദ്ധജലമെത്തും. ദ്വീപ് നിവാസികളുടെ ദീർഘകാലത്തെ കാത്തിരിപ്പിനാണ് ഇതോടെ വിരാമമാകുന്നത്. എരമല്ലൂരിൽ സ്വകാര്യ ബസിന് നേരെ ആക്രമണം. ബൈക്ക് യാത്രക്കാരുടെ ദേഹത്ത് ചെളി തെറിപ്പിച്ചു എന്നാരോപിച്ചായിരുന്നു ആക്രമണം. ഡ്രൈവർക്ക് നേരെ പെട്രോൾ ഒഴിച്ചു. പ്രതി കോടംതുരുത്ത് സ്വദേശി സോമേഷ് പോലീസ് കസ്റ്റഡി. മലയാളീസ് ബസിന് നേരെയായിരുന്നു ആക്രമണം. വയനാട് പുനരധിവാസ പദ്ധതി കോൺഗ്രസും BJPയും അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണം. CPMന്റെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ പ്രതിഷേധ പ്രകടനം നടന്നു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.